അപ്പൊ ഇനി നമുക്ക് അതായത് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കും. അത് വേണ്ട, ഏട്ടൻ പാടും. പാടുമല്ലോ, ഏട്ടൻ അല്ല, പാടും, ഇനിയും പാടും. അതിനുള്ള സമയമുണ്ട്. ഗെയിമിനേക്കാൾ നല്ലത് പാട്ടാണ്. പാട്ടല്ല, അതുപോലെ ഡാൻസ് അങ്ങനെയുള്ള അതെ, പക്ഷെ ഈ ഗെയിം എന്ന് വെച്ചാൽ നിങ്ങള് കാണുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ്. മനപ്പൊരുത്തം, നിങ്ങളുടെ കാര്യങ്ങൾ, വിശേഷങ്ങൾ നമ്മൾ ചോദിക്കും. അപ്പൊ യെസ് ഓർ നോ, അല്ലെങ്കിൽ അതെ സ്നേഹയാണ്, ഞാനാണ്, ശ്രീകുമാറാണ്, അങ്ങനെ അങ്ങനെ പറയണം. അത്രേ ഉള്ളൂ. റെഡി? ചെറിയൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലും പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കാൻ ഉത്തരം എനിക്ക് അറിയാം. അത് അപ്പൊ ഇവരുടെ മനപ്പൊരുത്തം എങ്ങനെയാണെന്ന് അറിയാൻ പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അത് അറിയും. എന്നിട്ടാണ് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. ശ്രീകുമാരേട്ടൻ ഭയങ്കര ഗൂഢമായ ആലോചനയിലാണ്. നമ്മൾ ഇവരുടെ കയ്യിൽ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരാണ്, ശ്രീകുമാരേട്ടനാണോ സ്നേഹയാണോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ളത് നിങ്ങൾ ഈ ബോർഡ് പൊക്കി കാണിക്കണം. ഇല്ല, ഞങ്ങൾ മനപ്പൊരുത്തം അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മനപ്പൊരുത്തം അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പിരിയാൽ ഞാൻ അതാണ് ഇവളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. അതാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സംതൃപ്തിയായില്ലേ? ഇനി നമ്മള് ചേട്ടാ ചോദ്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം പൊക്കാൻ കേട്ടോ, മാറിപ്പോരുത്. യെസ്, റെഡി? റെഡി. അപ്പൊ ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്കിടയിൽ കൂടുതൽ ചളി പറയുന്നത് ആരാണ്? നല്ല ചോദ്യം. ശ്രീകുമാർ, രണ്ടുപേരും ശ്രീകുമാർ. ഇത്ര ചളി പറയോ? എന്താ ചേച്ചി കാരണം ഇത്ര ചളി പറയണ? ഈ മുഖം കണ്ട തോന്നില്ലല്ലോ അങ്ങനെ. നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴേ അതിന്റെ ഇടയിൽ കൂടി ഒരു പൊട്ട കോമഡി കൂടെ പറയില്ല, നമുക്ക് ചിരിക്കാനും. അടുത്തിടെ പറഞ്ഞ ചളി ഓർമ്മയുണ്ടോ? ഓ, അതെപ്പോഴും അങ്ങനെ. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. ഇനി അടുത്തത്, പുറത്തു പോകുമ്പോൾ കൂടുതൽ ലേറ്റ് ആവുന്നത് ആരാണ്? ശ്രീകുമാർ and ശ്രീകുമാർ, correct. അടുത്തത്, വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആദ്യം സോറി പറയുന്നത് ആര്? അപ്പൊ 3 പേർത്തും ഇവർ അടിപൊളിയായിട്ട് ഒരേപോലെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത്, ആരാണ് കൂടുതലായി ദേഷ്യം വരുന്നത്? ആർക്കാണ് കൂടുതലായി ദേഷ്യം വരുന്നത്? തെറ്റിപ്പോയിരിക്കുകയാണ്. ഓ, എന്റെ കരുനാക്കായിരുന്നു തെറ്റി. ശ്രീകുമാർ അതെന്താ വെച്ചാൽ സ്നേഹ ഇതില്ലായിരുന്നല്ലേ? ഞാൻ പറഞ്ഞാണ് ഏട്ടൻ്റെ അടുത്ത് നോക്കിയിട്ട് വേണം ഇങ്ങനെ കാണിക്കാൻ. അടുത്തത്, യാത്രകൾ പോകാൻ ഇഷ്ടം ആർക്കാണ്? രണ്ടും കറക്റ്റ്. സ്നേഹിച്ചിയാണ്. സ്നേഹിച്ചി ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെ? എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? പാവം പറയുന്നതിൽ ആർക്കും ചെയ്തല്ലോ, പക്ഷെ കൊണ്ടുപോകണ്ടേ, അവിടെയാണ് ഹൈലൈറ്റ്. പോയത് സ്ഥലം ഏതാണ്? ഹണിമൂൺ പോയിട്ടില്ലേ? നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങനെയാണ്. ഇനി അടുത്തത്, കാശ് കൂടുതൽ ചിലവാക്കുന്നത് ആരാണ്? ആര്? ഞാനോ? അതിനെത്തിരി പുളിക്കും. തന്നെ. അടുത്തത്, ആരാണ്, അതെനിക്ക് അറിയാം, എന്ത് ആരാണ് ഭക്ഷണപ്രിയ സ്വഭാവം കൂടുതലുള്ളത്? എനിക്കറിയാം. ഓ, സ്നേഹിച്ചി. എനിക്കറിയായിരുന്നു അത് സ്നേഹിച്ചി തന്നെയാണ്. ഈ കമള് കണ്ട അറിയാലോ. ഈ ഭക്ഷണം കൃത്യസമയത്ത് കിട്ടില്ലെങ്കിൽ ചേച്ചി ദേഷ്യപ്പെടുവോ? മുഖത്തെ വിഷമം കാണാനുണ്ട്. അടുത്തത്, ഇനി ഇത് എനിക്ക് വയ്യ. എനിക്ക് ആർക്കാണ് വിവരം കുറവ്? വിവരമില്ലാത്തത്. വിവരമില്ലാത്ത, എപ്പോഴും പൊട്ടത്തരം. എപ്പോഴും പൊട്ടത്തരം പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടുപേരും തെറ്റിയിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ചേട്ടനാണെന്ന്. വിവരമില്ലാത്തത് അപ്പൊ അതായത് ഇവർ രണ്ടുപേരുടെയും വിവരക്കുറവിനെ കുറിച്ച് ഏകദേശം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ധാരണയായി. ഇനി ആർക്കാണ് നന്നായി കുക്ക് ചെയ്യാൻ അറിയാവുന്നത്? അതാണ് എന്റെ ജോലി. അയ്യോ, ആർക്കാണ് നന്നായി കുക്ക് ചെയ്യാൻ അറിയുന്നത്? യെസ്, സ്നേഹ. രണ്ടുപേരും ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്. ഏറ്റവും നല്ല വായ നോക്കി. ഞാനങ്ങനെ നോക്കാറില്ല. വേഗം ആട്ടെ. ഇത് എന്താ കാണിച്ചിട്ട്? അല്ല, പക്ഷെ അങ്ങോട്ട് തിരിച്ചു വെക്ക്. ഞങ്ങൾ രണ്ടുപേരും നോക്കാറില്ല. ഓ, പക്ഷെ ശ്രീകുമാറിട്ട് നോക്കുന്നു പറഞ്ഞു ചേച്ചി. വായി നോക്കുന്ന പറയുമ്പോ എന്താ ഉദ്ദേശം? അതായത് പയ്യനെ കണ്ട വായി നോക്കി. ഇപ്പൊ നമ്മള് 3 പേരും യാത്ര പോകാന്ന് നോക്കിയാ, നല്ല ചെക്കന്മാർ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ സ്നേഹിച്ച് കൊള്ളാം എന്ന് പറയും. അപ്പൊ ചേട്ടൻ അവിടെ ഒരു പെണ്ണ് കണ്ട് കൊള്ളാലോ എന്ന് പറയും. അതാണ് വായനോട്ടം. മനസ്സിലായോ?
വായിലല്ല നോക്കുന്ന അപ്പൊ അല്ലേ? Bloody fool. എന്തായാലും ആരാണ് വായ നോക്കി എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്? മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നതോ? വേഗം പൊക്കം അങ്ങോട്ട്. വീണ്ടും തെറ്റിയിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞത് ചേട്ടനാണെന്ന്. ചേട്ടൻ പറഞ്ഞ ചേച്ചി. പറ ചേച്ചി, എന്താണ് ഏറ്റവും കൂടുതൽ ആരാ മൊബൈൽ നോക്കുന്നത്? ഏട്ടൻ തന്നെ നോക്കുന്നത്. അതായത് ഞാൻ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴെങ്കിലും മൊബൈൽ നോക്കാതിരിക്കൂല. ഏട്ടൻ പക്ഷെ അങ്ങനെയല്ല. എണീക്കുമ്പോൾ തൊട്ട് യൂട്യൂബിൽ പാട്ട്, മറ്റേ ഫേസ്ബുക്കിലെ പാട്ട്, അല്ലെങ്കിൽ ഏതോ എന്താ ഗുസ്തി റെസ്ലിംഗ് അത് കാണും. ശരിയാണ്, അങ്ങനെയാണ് ഞാൻ. അപ്പൊ സമ്മതിക്കും ഏറ്റവും കൂടുതൽ മൊബൈൽ നോക്കുന്നത് ഞാനാണെന്ന് സമ്മതിക്കും. യെസ്, പക്ഷെ മനപ്പുറത്തില്ല, അത് വേറെ കാര്യം. ഇനി അടുത്തത്, നിങ്ങൾക്കിടയിൽ ആരുടെ അഭിനയമാണ് കൂടുതൽ ഇഷ്ടം? അതെങ്ങനെ ഉത്തരം പറയും? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ്. അതായത് നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു, അപ്പൊ നമുക്ക് തോന്നുമല്ലോ സ്നേഹ ഇതിൽ നന്നായി അഭിനയിച്ചു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നന്നായി അഭിനയിച്ചു എന്നൊക്കെ തോന്നുമല്ലോ, ഇല്ലേ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഈ ചേച്ചി എന്ത് മിടുക്കിയായിട്ടാണ് ആൻസർ പറഞ്ഞേക്കണ നോക്ക്. നിങ്ങൾക്കൊരു ആൻസർ പറഞ്ഞ എന്താ? ഇത്രേ ഉള്ളൂ. പക്ഷെ ഉത്തരം പക്ഷെ നിങ്ങൾ മനപ്പുറത്തുമില്ല. ചേച്ചിയുടെ അഭിനയമാണ് ചേട്ടൻ ഇത് നിന്റെ പൊട്ട ചോദ്യം കാരണം സംഭവിച്ച ഈ പൊട്ട ചോദ്യമൊക്കെ വെട്ട്. സത്യത്തിൽ കറക്റ്റ് ആയി ചോദ്യത്തിനൊക്കെ നമ്മൾ കറക്റ്റ് ഉത്തരം അറിയണം. ഇവളുടെ പൊട്ട ചോദ്യത്തിലെ പെട്ടു. എന്നാ വേറെ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കുന്നത് ആരാണ്? ഞാൻ തന്നെ. ചേച്ചി എന്താ കാണിച്ചത്? ശ്രീകുമാരേട്ടൻ ആണോ? ആണ്ടാ അത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ക്യാമറമാൻ ആരും അറിയാതെ ശ്രീ എവിടുന്നോ മോളെന്നൊക്കെ ചാടി വരും. അപ്പൊ അവരറിയില്ലല്ലോ. അയ്യോ സാർ കിട്ടിയില്ല, ഒന്നും കൂടി ചാടി വന്നിട്ട് വീണ്ടും ചാടിക്കും. ഈ അഭിനയം കൂടിപ്പോയോണ്ട് കൈ നിടുന്നോണ്ടല്ലേ? സാരില്ല, കുഴപ്പമില്ല. ഇനി അടുത്തത്, കൃത്യനിഷ്ഠ കൂടുതൽ ആർക്കാണ്? മനപ്പുറത്തുണ്ട് സ്നേഹിച്ച് തന്നെയാണ് കൂടുതൽ കൃത്യനിഷ്ഠ. എന്താണ് ഒരു എക്സാമ്പിൾ പറയാനുള്ളത്? സ്നേഹിച്ച് എല്ലാത്തിനും അങ്ങനെയാണ്. എന്നെ കൂടുതൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്നെ കൂടുതൽ ഇങ്ങനെ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്കിടയിലെ മൃഗസ്നേഹം കൂടുതൽ ആർക്കാണ്? അടിപൊളി, അടിപൊളി. അപ്പൊ അവിടെയും സ്നേഹിച്ചിക്കാണ്. സ്നേഹിച്ച് ഓസ്കാറിനെ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ? ഇത് എന്ന് മുതലാണ് ഈ മൃഗസ്നേഹം വന്നു തുടങ്ങി നമ്മൾ? അതെ. അപ്പൊ എന്തായാലും ഈ 15 ചോദ്യങ്ങളിൽ 10ൽ 10 പൊരുത്തം നിങ്ങൾ നേടിയിരിക്കുകയാണ്. ഗംഭീരം, ഗംഭീരം. നമ്മൾ തമ്മിൽ ഭയങ്കര പൊരുത്തമാണ്. ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സ്നേഹ, ശ്രീകുമാർ ആൻഡ് ശ്രീകുമാർ. ഫുൾ നെയിം എന്താ? SP ശ്രീകുമാർ. SP ശ്രീകുമാർ. രണ്ടുപേരും കിടലിനായിട്ട് ഈ ഗെയിം കളിച്ചു. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇവർ രണ്ടുപേരും വന്ന് വളരെ മനോഹരമായി നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വക റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക ഈ ഒരു സമ്മാനം. ഓക്കെ.